സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രായം ഒരിക്കലും ഒരു തടസ്സമല്ല എന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച ഒരു വിശിഷ്ടാതിഥിയാണ് ഇന്ന് സ്ത്രീശക്തിയിൽ. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി 39 വർഷത്തെ ബാങ്കിംഗ് സേവനത്തിന് ശേഷം ഒരു വിശ്രമ ജീവിതം തിരഞ്ഞെടുക്കുന്നതിന് പകരം കുരുവി സ്പൈസ് എന്ന തൻ്റെ സംരംഭത്തിലൂടെ പുതിയൊരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുകയും അതിൽ വിജയിച്ചിരിക്കുകയുമാണ് ശശിലേഖ. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ ജോലിക്ക് കയറിയായിരുന്നു. പിന്നെ അതിൻ്റെ ഓരോ പ്രൊമോഷൻസും കിട്ടി. ഞാൻ ചീഫ് മാനേജറായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. സർവീസിലുണ്ടായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഇതുപോലുള്ള യൂണിറ്റ്സിന് ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ പല ആശയങ്ങളുണ്ട്. എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്. ഈസി കുക്കിംഗ് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. വീട്ടമ്മമാർക്കായാലും എളുപ്പം ജോലി തീർക്കാൻ, ഈസി ആയിട്ട് നല്ല ആഹാരം കഴിക്കാനും പറ്റിയ ഒരു യൂണിറ്റ് സെറ്റപ്പ് ചെയ്യണമെന്ന് പണ്ടേ ഒരു മോഹം ഉണ്ടായിരുന്നു. ഞാനത് ഒട്ടും താമസിയാതെ റിട്ടയർ ചെയ്ത് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ഹെൽത്ത്, നമുക്ക് എല്ലാവർക്കും റിട്ടയർഡ് ലൈഫിലാണ് ഹെൽത്തിനെ കുറിച്ച് ബോധം വരുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സും ഹെൽത്തി ആയിട്ടുള്ള ആഹാരവും എന്നുള്ളതായിരുന്നു ഞാൻ തുടങ്ങിയപ്പോൾ അതൊരാഗ്രഹം. അതിനാണ് ഞാൻ ഈ മില്ലറ്റ്സ് തിരഞ്ഞെടുത്തത്. മില്ലറ്റ്സിൻ്റെ തന്നെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും 5-10 മിനിറ്റിൽ ഉണ്ടാക്കത്തക്കവണ്ണം വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പ്രോഡക്റ്റ്സാണ് എൻ്റെ കുരുവി സ്പൈസിലുള്ളത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സ്പൈസസിൻ്റെയും നല്ലപോലെ നീറ്റാക്കി ഡ്രൈ ആക്കി, സ്പെഷ്യലി ഒട്ടും ഷെൽഫുകളിലൊന്നും ഇരിക്കാതെ ഡയറക്റ്റ് കസ്റ്റമറിലെത്തിക്കുക എന്നുള്ളതും എൻ്റെ യൂണിറ്റിൻ്റെ പ്രത്യേകതയാണ്. ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനകം അവരുടെ വീട്ടിൽ കിട്ടും, ഏറ്റവും ഫ്രഷായി. ഞാൻ അതിനുപയോഗിക്കുന്നത് ഇന്ത്യ പോസ്റ്റാണ്. പിന്നെ അടുത്ത സിറ്റിയിലോ ഞങ്ങളുടെ അടുത്തൊക്കെ കൊണ്ടു കൊടുക്കാനും കുട്ടികളുണ്ട്. നീണ്ട കാലമായുള്ള തൻ്റെ ബാങ്കിംഗ് രംഗത്തെ പ്രവൃത്തി പരിചയം ഒരു സംരംഭം തുടങ്ങുന്നതിനും അത് നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിലും ശശിലേഖയെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ബാങ്കിലായത് കാരണം എനിക്ക് കാലഘട്ടത്തിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ, നമ്മൾ പണ്ട് എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും ഒക്കെ ചെയ്തിരുന്നതുപോലെ കുക്കിങ്ങിന് ഒരുപാട് സമയമൊന്നും ആർക്കും സമയമില്ല. സമയം അവർ ചിലവാക്കാൻ താല്പര്യവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ച് നല്ല ഫുഡ് എത്ര പെട്ടെന്ന് എത്ര ക്വിക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആശയം. 5 മിനിറ്റ്, ഇപ്പം നമ്മുടെ ഏത് ദോശ പൗഡർ, മില്ലറ്റിൻ്റെ ദോശ പൗഡറുകൾ, പുട്ടുപൊടി എല്ലാം ജസ്റ്റ് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ട് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. ജസ്റ്റ് 5 മിനിറ്റ്സ്. ഒരു ഓർഡർ ചെയ്യുക, നമ്മൾ സ്വിഗ്ഗിക്ക് ഓർഡർ ചെയ്യുന്ന സമയം പോലും വേണ്ട. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷൻ ഹേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇന്നത്തെ കുട്ടികൾ. അപ്പോൾ അവരെ എങ്ങനെ എളുപ്പത്തിൽ ഇതൊന്ന് പഠിപ്പിച്ചും ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. ഏതാണ്ട് ഇപ്പം എനിക്ക് ഈ പുതിയ ജനറേഷന് വേണ്ടി ഞാൻ ഒരുപാട് മാർക്കറ്റിങ്ങിനൊന്നും എഫേർട്ട് എടുത്തിട്ടില്ല. ആദ്യം തുടങ്ങിയത് എൻ്റെ കൊളീഗ്സ്, അവരുടെ കുട്ടികൾ. അങ്ങനെയാണ് അവർക്ക് സബ്സ്ക്രിപ്ഷൻ മോഡൽ. അവർക്ക് ചിലപ്പോൾ ഓർഡർ ചെയ്യാൻ പോലും അവർക്ക് സമയം കാണത്തില്ല, ഇത്രയും ഇന്നത്തെ ബിസി ലൈഫിൽ. അപ്പോൾ അവർക്കൊരു സബ്സ്ക്രിപ്ഷൻ മോഡൽ. ഇപ്പോൾ എനിക്ക് 2 ആഴ്ചത്തേക്കൊരിക്കൽ ഇന്ന കാര്യങ്ങൾ വേണം, അത് 2 ആഴ്ചയ്ക്കൊരിക്കൽ അവരുടെ വീട്ടിലെത്തും, ഡോർ സ്റ്റെപ്പിലെത്തും. അതായിരുന്നു നമ്മുടെ സ്പെഷ്യാലിറ്റി. അങ്ങനെ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റാഫ്, എൻ്റെ SBIയിലെ കസ്റ്റമേഴ്സ്, എൻ്റെ റിലേറ്റീവ്സ്, അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ബൈ വേർഡ് ഓഫ് മൗത്ത് അത് പോയി. അത് ഓരോ സ്ഥലത്തും ഇങ്ങനെ മാറി മാറി നമ്മുടെ കസ്റ്റമർ ബേസ് കൂടി വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള വൺസ് മൈ കസ്റ്റമർ ഓൾവേസ് മൈ കസ്റ്റമർ. അവർക്ക് എൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു വിശ്വാസം അവരിൽ ഉടലെടുക്കും. ക്വാളിറ്റിയെ സംബന്ധിച്ച് പറയുമ്പോൾ എപ്പോഴും നമുക്ക് പ്രൈസ് കൂടുന്തോറും ക്വാളിറ്റി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രൈസിനെ കുറിച്ച് ബോധേഡേയല്ല. മാർക്കറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഏതാണോ അതാണ് നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ തരത്തിലുള്ള ക്ലീനിങ് പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല പ്രോഡക്റ്റായിട്ടാണ് കൊടുക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം.
വാങ്ങുന്നവരും എല്ലാവരും നല്ല അഭിപ്രായമേ പറയുന്നുള്ളൂ. ഇപ്പോൾ ക്വാളിറ്റിയെക്കുറിച്ച് ഞാൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ മഞ്ഞൾ ഇവിടെ നേമം കൃഷിഭവനിൽ അവർ തന്നെ വിത്ത് കൊടുത്ത് അവർ തന്നെ വളം കൊടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് പ്രൊക്യൂർ ചെയ്യും. അതുപോലെ ഞങ്ങൾക്കൊരു കാശ്മീരി മുളക് പൊടിയുണ്ട്. അത് ശരിക്കും ബൈഡഗിയിലാണ് കാശ്മീരി മുളകുള്ളത്. അവിടെ നിന്ന് ഡയറക്റ്റ് വരുന്ന മുളകാണ്. നല്ല ക്വാളിറ്റി ആണെന്ന് നമുക്കത് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ മില്ലറ്റ്സ് റാഗി എല്ലാം കൃഷി സ്ഥലങ്ങളിൽ നിന്നും വയനാട് തേനി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. ക്വാളിറ്റിയിൽ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് എടുക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ ക്വാളിറ്റി മോശമാണെങ്കിൽ ഞാനത് പോയിൻ്റ് ഔട്ട് ചെയ്യും, അത് തിരിച്ചു വിടും. നല്ലത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി അതിൻ്റെ മാക്സിമത്തിലെത്തുന്ന നമ്മൾ ചെയ്യുന്ന ആ ഒരു വേ ഓഫ് മേക്കിംഗ് കൂടെ ചേർന്നാണ്. അത് നന്നായിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് അതിനെ വളരെ നമ്മുടെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണോ കൊടുക്കുന്നത് അതുപോലെയാണ് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനും എത്തിക്കുന്നത്. മില്ലറ്റ്സിൻ്റെ ഒരു പ്രധാനമായിട്ട് മില്ലറ്റ്സിൻ്റെ ദോശപ്പൊടി, ഇഡലിപ്പൊടി, മില്ലറ്റ്സിൻ്റെ പുട്ടുപൊടി, മില്ലറ്റ്സിൻ്റെ കുറുക്കുണ്ടാക്കുക, സൂപ്പ് ഉണ്ടാക്കൽ, അതിനൊക്കെ ഉള്ള പൊടികൾ എല്ലാം ഞങ്ങളിവിടെ ചെയ്യുവാണ്. പേൾ മില്ലറ്റൊക്കെ പുട്ടുപൊടി ഉണ്ടാക്കുന്നത് അത് ശരിക്കും 7-8 മണിക്കൂർ കുതിർത്ത് അതിനെ ആവിയേറ്റി പൊടിച്ച് വറുത്ത് അങ്ങനെയുള്ള പ്രോസസ്സിലൂടെ പോയിട്ടാണ് മില്ലറ്റ്സിൻ്റെയൊക്കെ പൊടികൾ ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എന്തൊക്കെ ഉണ്ടാക്കാമോ അതിന് എല്ലാത്തിനും ഉള്ള പൊടികൾ ഇവിടെ ഉണ്ട്. പൊതുവെ എനിക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ്. ബാങ്കിൽ ത്രൂ ഔട്ട് ജോലി ചെയ്തിട്ട് പിന്നെ ഒരു ഒറ്റ ദിവസം ഒന്നും ഇല്ലാതാകുക എന്നുള്ളത് ആലോചിക്കാൻ പോലും ഇല്ല. പിന്നെ എൻ്റെ ചിരകാല സ്വപ്നമായ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, അത് പിന്നെ എൻ്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടുണ്ട്. എന്ത് വേണോ ചെയ്തോളാൻ. അതുമാണ് എന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിൽ എത്തിച്ചത്. ഒരിക്കലും എനിക്കിത് ഞാൻ എടുത്ത തീരുമാനം തെറ്റെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് ഓരോ ദിവസവും എൻ്റെ ഉത്സാഹം ഒന്നിനൊന്നിനെ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാങ്ക് ജോലിയും ബാങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന വെച്ച് അപേക്ഷിച്ച് ഇത് ഒന്നുമില്ല. അതിൻ്റെ ഒരു പകുതി പോലും നമുക്ക് ഒരു സ്ട്രെയിനോ അങ്ങനെ ഒന്നുമില്ല, സ്ട്രെസ്സോ ഒന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട ജോലി ആയത് കാരണം എനിക്കതിൽ ഒരിക്കലും ഒരു ക്ഷീണമോ ഒരു വിഷമമോ തോന്നിയിട്ടില്ല. ഇനി തോന്നുമൊന്നും തോന്നില്ല. ഒരിക്കലും തളരരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും, ഒന്നിലും തളരരുത്, നടത്തിക്കൊണ്ട് പോവുക. പിന്നെ ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ നമുക്ക് നടക്കാനാകാത്തതായിട്ട് ഒന്നുമില്ല. ഞാനിതുപോലെ കുറേ യൂണിറ്റ്സിൻ്റെ തളർച്ചയും വളർച്ചയും കണ്ടതാണ്. ഈ തളർന്നു പോകുന്നത് മുക്കാലും അവരുടെ ഒരു ഉത്സാഹക്കുറവ് എവിടെയോ വെച്ച് നമുക്ക് വേണ്ട എന്നൊരു തോന്നലുണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഡിവോട്ടഡായിട്ട് നിന്നാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ലൈഫ് സ്റ്റാർട്ട്സ് അറ്റ് 60 എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുള്ളത്. എനിക്കത് ഞാൻ തുടങ്ങിയത് ലേറ്റായി പോയെന്നോ ഇനി എന്നാണ് തുടങ്ങുക അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. വയസ്സൊന്നിനും ഒരു പ്രശ്നമില്ല, ഉത്സാഹം മാത്രം മതി. ഇതെൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റാണ്. മില്ലറ്റ് അടദോശയാണ്. ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് ഫോക്സ്റ്റൈൽ എന്ന് വെച്ചാൽ തിന കഴിക്കുന്നത് തിന പണ്ടൊക്കെ കിളിക്കാണ് കൊടുക്കാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ തിനയിലെ ഗുണങ്ങൾ ഏറെയാണ്. ഫോക്സ്റ്റൈൽ മില്ലറ്റും അതിൻ്റെ കൂടെ ലെൻറ്റിൽസ് കൂടെ ചേർത്ത് എന്ന് വെച്ചാൽ പരിപ്പ്, പയർ, ഉഴുന്ന് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പണ്ട് നമുക്ക് അടദോശ, അരിയിലെ അടദോശ എങ്ങനെ ഉണ്ടാവുമോ അതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും. ഇത് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വൈകുന്നേരങ്ങളിലാണെങ്കിലും നമുക്ക് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാം. പിന്നെ അല്ലാതെ തന്നെ ഇതിൻ്റെ മാവെടുത്ത് നമ്മൾ കർണാടകയിലൊക്കെ ഒരു പ്രത്യേകതരം ഒരു ഡിഷുണ്ട്, ഒരു പണിയാരം എന്ന് പറഞ്ഞ് നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിൽ ഇതിൻ്റെ ഉള്ളിയെല്ലാം കൂടെ ചേർത്ത് ഇതിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇതിന് മൾട്ടി ആയിട്ടുള്ള പല ഐറ്റംസ്, ദോശപ്പൊടി ആണെങ്കിലും ഇത് വെച്ച് നമുക്ക് പല സാധനങ്ങളും ഉണ്ടാക്കാം. ഈവൻ ബജി ആയിട്ട് ഉപയോഗിക്കാം. ബജിക്ക്
പോലെ ഉപയോഗിക്കാം. ഇങ്ങനെ കുറേ ഉപയോഗങ്ങളുണ്ട്. നല്ല ടേസ്റ്റുമാണ്. ഇതൊരു 25 ദോശ ഉണ്ടാക്കാം. ഇത് 400 ഗ്രാമാണ്. 400 ഗ്രാമിന് ഒരു 25 ദോശയോളം ഉണ്ടാക്കാം. ഇത് നല്ല വെള്ളം പോലെ കലക്കിയാണ് ദോശ ഇടേണ്ടത്. ടേസ്റ്റ് പൊതുവേ നല്ലതാണ്. ഇതിൽ പയറും ഉഴുന്നും എല്ലാം ചേർന്നിട്ടുള്ളതുകൊണ്ട് നല്ല ഒരു ഹോൾസം ഫുഡുമാണ്. ഡയബറ്റിക് ഫ്രണ്ട്ലിയാണ്. ഗ്ലൂട്ടൺ ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. നമുക്ക് കഴിച്ചാൽ വിശപ്പ് അടുത്ത നേരം വരാൻ കുറേ സമയമെടുക്കും. അപ്പോൾ നമ്മളെ ഗ്ലൂക്കോസ് ലെവല് നമുക്കങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഡയബറ്റീസുകാർക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ നോ ആഡഡ് പ്രിസർവേറ്റീവ്സ്. ഇത് നല്ലപോലെ വറുത്തിട്ട് പൊടിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് വാട്ടർ കണ്ടൻറ്റ് ഒന്നുമില്ല. 6 മാസത്തോളം കേടുകൂടാതിരിക്കും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഞങ്ങൾ അപ്പോൾ ഉണ്ടാക്കുന്നതാണ്. ഇത് പ്രിസർവ് ചെയ്യാനോ വെച്ചേക്കാനോ ഉദ്ദേശിച്ചല്ല. എങ്കിലും 6 മാസം വരെ കേടുകൂടാതിരിക്കും. ടേസ്റ്റിന് വേണ്ടി ഒന്നും ചേർക്കില്ല. കായവും മുളക് പൊടിയൊക്കെ ഉണ്ട്. അത് നമ്മുടെ സാധാരണ ചേർക്കുന്ന നമ്മുടെ തന്നെ മുളക് പൊടിയും കായപ്പൊടിയും ഒക്കെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് കലക്കി ചൂടുക എന്നുള്ളതാണ് ഇതിൻ്റെ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഉള്ളി അരിഞ്ഞിടാം, മുരിങ്ങയില ഇടാം, അതുപോലെ വെജിറ്റബിൾസ് ഇടാം. അങ്ങനെ എങ്ങനെ വേണോ ടേസ്റ്റ് കൂടുതലാക്കാം. ഇതിനൊരു ബേസിക് ടേസ്റ്റ് ഉണ്ട്. ഈ മില്ലറ്റ്സൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. വെറുതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി പൊടിക്കുവാണെങ്കിൽ അതിനൊരു ടേസ്റ്റും കാണത്തില്ല. ഇത് എല്ലാ 8 hours കുതിർത്തതിന് ശേഷം ഉണക്കുക. അതിന് ശേഷം മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ എടുക്കാവൂ. നമുക്ക് കഴിക്കാൻ എന്ന് വെച്ചാൽ ദഹനം എളുപ്പമാക്കാനുള്ളതിനും അതിൻ്റെ ആ രീതി അങ്ങനെയാണ്. എല്ലാ മില്ലറ്റ്സും 8 മണിക്കൂർ അറ്റ്ലീസ്റ്റ് കുതിർത്തിയതിന് ശേഷം മാത്രമേ പിന്നെ ഭക്ഷ്യ വസ്തുക്കളാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്ന പ്രോഡക്റ്റ് ഈ റാഗി സ്പ്രൗട്ടഡ് ആണ്. ഇത് സ്പ്രൗട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൊടിച്ച് വറുത്ത് എടുക്കുന്നത്. ഇത് എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും. ഇതും വറുക്കുന്നത് കാരണം സ്പ്രൗട്ട് ചെയ്യുകയും വറുക്കുകയും ചെയ്യുന്ന കാരണം എത്ര നാൾ വേണമെങ്കിലും എടുക്കും. ഇത് എല്ലാ മില്ലറ്റ് ഷോപ്പിലും ഇത് വാങ്ങുന്നുണ്ട്. ഇത് ഓൾ പർപ്പസുമാണ്. ഇടിയപ്പം ഉണ്ടാക്കാം, ഇഡലി ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്തു നിന്ന് ഉണ്ടാക്കാം. വെറുതെ റാഗി കുറുക്കി കഴിക്കാനാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണം ഇത് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നമ്മളൊരു 7-8 വെള്ളമാണ് ഇത് കഴുകുന്നത്. റാഗി കഴുകിയതിന് ശേഷം മുളപ്പിക്കുകയാണ്. മുളപ്പിച്ചതിന് ശേഷം പൊടിച്ചതിന് ശേഷം വറുക്കും. അങ്ങനെ കുറേ പ്രോസസ്സിലൂടെ പോകുന്നതാണ്. അതുപോലെ പുട്ടൊക്കെ വളരെ സോഫ്റ്റായിരിക്കും ഈ ഇതുകൊണ്ടുണ്ടാക്കുമ്പോൾ. നമുക്ക് കുറേ നേരം കഴിഞ്ഞാൽ ഇത് സ്റ്റിക്കി ഒന്നും ആവത്തില്ല. ഞാൻ സ്ഥിരമായിട്ട് ഇതിനെക്കുറിച്ച് എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഓരോ പ്രോഡക്ട്സിനും ഇപ്പം നെറ്റിൽ ഇതെല്ലാം അവൈലബിൾ ആണല്ലോ. ഇതിനെക്കുറിച്ച് ഡോക്ടർ ഖാദർ വാലിയുടെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ CSIRൽ ഞാൻ ഇൻക്യുബേറ്റ് ചെയ്യാണ്. അവിടെ എപ്പോഴും അവർ ക്ലാസ്സസൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ മാക്സിമം നന്നായിട്ട് തന്നെയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് പേൾ മില്ലറ്റ് എന്ന് പറയും. കമ്പ ഈ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ ഉപകരിക്കുന്ന ഒരു സാധനമാണ് പേൾ മില്ലറ്റ് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞതുപോലെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്, ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ്. പിന്നെ ശരീരത്തിന് വളരെ നമുക്ക് എനർജി തരുന്നതാണ്. ഇതിലൊരു കഷ്ണം പുട്ട് രാവിലെ കഴിച്ചാൽ ഉച്ചവരെയും നമുക്ക് വിശപ്പെന്ന് പറയുന്ന വരത്തില്ല. ഡയബറ്റീസുകാർക്ക് ഇത് വളരെ നല്ലൊരു ഭക്ഷണമാണ്. അതുപോലെ ഈ പുട്ട് ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റുമാണ്. ബാക്കി മില്ലറ്റ്സിനെ അപേക്ഷിച്ച് ഇതിന് കൂടുതൽ ടേസ്റ്റുണ്ട്. പിന്നെ ഇത് നമ്മുടെ കേരള ഗ്രോ സ്റ്റോറുകളിലും അല്ല പൊതുവെ ഓർഡേഴ്സ് ഉള്ളതാണ്. ഇത് കോഡോ മില്ലറ്റ് വരകെന്ന് പറയുന്നതാണ്. ഇതും അതുപോലെ ഗ്ലൂട്ടൻ ഫ്രീയും ഡയബറ്റിക് ഫ്രണ്ട്ലിയും ഒക്കെയാണ്. ഇത് നമ്മുടെ ദോശയെ പോലെ തന്നെയാണ് പ്രിപ്പറേഷൻ. നമുക്ക് അരയ്ക്കുന്നതിന് പകരം തലേന്ന് കലക്കി വയ്ക്കണം. അപ്പോൾ ഒരു വ്യത്യാസമില്ല. അരിദോശ കഴിക്കുന്നത് പോലെ തന്നെ രുചികരം. അതിനേക്കാളും നല്ല രുചിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഇഡ്ഡലിയും ഉണ്ടാക്കാം, ദോശയും ഉണ്ടാക്കാം. ഇതിനകത്തുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഉഴുന്നും കോഡോയുമാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ബാക്കിൽ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് യൂസ് ചെയ്യണം എന്നുള്ളത്.
ഇത് ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ രുചി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. മില്ലറ്റ്സിൻ്റെ കസ്റ്റമേഴ്സ് മില്ലറ്റ്സ് ഉപയോഗിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത, അതുപോലെ എൻ്റെ അമ്മ 90 എബോവ് ആണ്, അമ്മയ്ക്ക് ഈ മില്ലറ്റ്സ് ദോശ എല്ലാം കഴിക്കുമ്പോൾ പറയും, ഇതൊക്കെ ഉണ്ടാക്കാമെങ്കിൽ നിനക്കൊരു അരി ദോശ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചാണ്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് പോയത്. ഇത് അരി, മില്ലറ്റിന് പകരം അരിയും ഉഴുന്നും കൂടെ മാത്രമുള്ള ഒരു ഇഡലിയാണ്. ഇത് തലേന്ന് കലക്കി വെച്ചാൽ മാത്രം മതി, നമുക്ക് പിറ്റേ ദിവസം നല്ല സൂപ്പർ ഇഡ്ഡലി ഉണ്ടാക്കാം. ഈ പടത്തിൽ കാണുന്ന ഇഡ്ഡലി എൻ്റെ ഈ പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. ഇതുകൂടാതെ എന്ത് പൊടി വേണമെങ്കിലും എല്ലാ മില്ലറ്റ്സും ഞങ്ങളിവിടെ പ്രൊക്യൂർ ചെയ്യുന്നത്. ഓരോ കസ്റ്റമറുടെ ആവശ്യമനുസരിച്ച് എന്ത് പൊടി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ചാമ റൈസ് എന്ന് പറയുന്ന എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നത്. അവർക്ക് ചാമയുടെ പുട്ടുപൊടി വേണം ഒരാളിനെന്ന് പറഞ്ഞാൽ നമുക്ക് ചാമയുടെ പുട്ടുപൊടി ഇതുപോലെ തന്നെ തയ്യാറാക്കി ഞാൻ കൊടുക്കുവാണ്. അതുപോലെ ഇത് കൂടാതെ എല്ലാ പൊടികളും എന്ന് വെച്ചാൽ കുരുമുളക്, മല്ലി, ജീരകം, മുളക്, കാശ്മീരി മുളക്, അങ്ങനെ എന്ത് പൊടി വേണമെങ്കിലും ഇവിടെ ഉണ്ട്. കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് പൊടിയാക്കി ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്നെ അറിയാമെന്നുള്ള എൻ്റെ സപ്പോർട്ടിന് 2 പിള്ളേർ കൂടെ തുടങ്ങി. എന്ത് കാര്യത്തിനും അവരുടെ മുൻകൈ ഉണ്ട് എനിക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ അവരും വളരെ ആത്മാർത്ഥതയോടെയാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്. ഇപ്പം ഞാനില്ലാത്ത സമയത്തും അവർ കൈകാര്യം ചെയ്യും വളരെ സ്മൂത്തായിട്ട്. സ്ത്രീകൾ എല്ലാ രംഗങ്ങളിലും വരുന്നു. അതുപോലെ ഇപ്പോൾ വ്യവസായ രംഗങ്ങളിലോട്ട് ഇറങ്ങി വരാൻ ആർക്കും ഒരു മടിയുമില്ല. ഇപ്പോൾ ഈ വർഷം തന്നെ സ്ത്രീകളുടെ സംരംഭങ്ങൾ തന്നെ കുറേ വന്നിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ ഡിജിറ്റലൈസ്ഡ് വേൾഡാണ് സ്ത്രീകളെ കൂടുതൽ സംരംഭങ്ങളിലേക്ക് വരുത്താൻ അവർക്ക് ഒരു തടസ്സങ്ങളില്ലാത്തത്. ശരിക്കും ഇപ്പോൾ ആരുടെ സപ്പോർട്ടില്ലെങ്കിലും നമുക്കൊരു മൊബൈലും ഇരിക്കുന്ന വീട്ടിലെ റൂമും മതി ഒരു സ്ത്രീക്ക് സംരംഭകയായിട്ട് മാറാൻ. ശശിലേഖയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് അനേകർക്ക് പ്രചോദനകരമാണ്. ജീവിതത്തിൽ ഒരു സംരംഭം തുടങ്ങുവാനും അത് വിജയപഥത്തിലേക്ക് എത്തിക്കുന്നതിനും പ്രായം ഒരു തടസ്സമല്ല എന്ന് ശശിലേഖ തെളിയിച്ചിരിക്കുന്നു. വിശ്രമജീവിതം നയിക്കേണ്ട കാലം എന്ന് സമൂഹം വിധിയെഴുതുമ്പോൾ വിശ്രമിക്കുവാനൊരു കാലമില്ല, ജീവിതം പ്രവർത്തിക്കുവാനും വിജയിക്കുവാനുമുള്ളതാണെന്ന് ശശിലേഖ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു.